ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. കയറമ്പാറ കേന്ദ്ര വിദ്യാലയത്തിന് പുറകുവശത്ത് അമൃത റോഡിൽ പമ്പിംഗ് പൈപ്പ് തകർന്ന കുടിവെള്ളം പാഴാവുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികൾ വൈകുന്നതായി പരാതി. ഒറ്റപ്പാലം കയറമ്പാറ കേന്ദ്ര വിദ്യാലയത്തിന് പുറകുവശത്തെ അമൃത റോഡിൽ പമ്പിംഗ് പൈപ്പ് തകർന്ന കുടിവെള്ളം പാഴായി പോവാൻ തുടങ്ങിയിട്ട് മാസം 2 കഴിഞ്ഞു. പരാതികൾ ഏറെ നൽകിയിട്ടും നടപടികൾ ഉണ്ടായില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൗൺസിലറും നാട്ടുകാരും രംഗത്തെത്തി. ദിവസങ്ങൾക്ക് മുൻപ് കുടിവെള്ളം പാഴാവുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ACV വാർത്ത നൽകിയിരുന്നു. നിരന്തരം വാട്ടർ അതോറിറ്റി അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നും ഇതിന്റെ സാമഗ്രികൾ പുറത്തുനിന്നും വരണമെന്നും അതുകൊണ്ടാണ് പണി വൈകുന്നതെന്നുമാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിച്ച മറുപടിയെന്നും വാർഡ് കൗൺസിലർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റിയിലെ AXയും AE നമ്മൾ പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു. ഇനി ഞാൻ പോയിട്ട് AXയോട് സംസാരിച്ചിരുന്നതാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കപ്ലിങ് വരണം, അത് പുറത്തെവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. ഏതായാലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിനും ഇവർ 2 മാസത്തോളമായിട്ടും ഇതുവരെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം. പമ്പിംഗ് പൈപ്പ് പൊട്ടിയ ഭാഗത്ത് വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളതായും ഇത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും കൗൺസിലർ പറഞ്ഞു. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ വണ്ടികളൊക്കെ അതേ പോകുന്നതാണ്. ഇവിടെ ബാക്ക് ഗേറ്റ് അവിടെയാണ്. 2 വണ്ടികൾ വന്നാൽ അത് കൂടുതൽ വണ്ടികളൊക്കെ അതിൽ വീണ് വണ്ടികൾക്ക് വല്ല അത്യാഹിതം പറ്റാനൊക്കെ സാധ്യതയുണ്ട്. അതേപോലെ കുട്ടികൾ വലിയൊരു കുഴിയാണത്. കുഴിയിൽ വീണ് കഴിഞ്ഞാൽ കുട്ടികൾക്കും എന്തെങ്കിലും അപകടം പറ്റാം. കൂടാതെ 3 വർഷം മുൻപ് റീടാർ ചെയ്ത റോഡും ഇതുമൂലം കേടുവന്നതായും കൗൺസിലർ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഏകദേശം 2 മാസത്തോളമായി KVയുടെ ബാക്കിൽ വാട്ടർ അതോറിറ്റി പമ്പിംഗ് ലൈൻ പൊട്ടിയിട്ട് അത് വലിയൊരു കുഴി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ സൈഡിൽ കൂടെ ഈ ഹെവി ലോഡ് ഉള്ള വണ്ടികളൊക്കെ പോയിട്ട് റോഡും നാശമായിട്ടുണ്ട്. ഒരു 3 വർഷം മുമ്പാണ് നമ്മൾ ഈ റോഡ് റീടാർ ചെയ്തത്. അപ്പോൾ റോഡും കംപ്ലീറ്റ് നാശമായി പോയി. നിസാര കാര്യങ്ങൾ പറഞ്ഞ വാട്ടർ അതോറിറ്റി ഇത്തരത്തിൽ കുടിവെള്ളം കളയുന്നത് എന്തിനാണെന്നറിയില്ല എന്നും അധികൃതർ എത്രയും വേഗം ഇതിനൊരു പരിഹാരം കണ്ടെത്തണമെന്നും നാട്ടുകാർ പറഞ്ഞു. ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഈ വാട്ടർ. വെള്ളം ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ്. അത് സപ്ലൈ ചെയ്യാൻ കഴിയാതെ വരികയാണെങ്കിൽ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഉപയോഗം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വളരെ സില്ലിയായിട്ടുള്ള ഒരു റീസൺ പറഞ്ഞിട്ട് ഇതിങ്ങനെ മാസങ്ങളായി ഡിലേ ചെയ്യുന്നതിൽ ഞാനതിനകത്ത് വലിയ റീസണൊന്നും കാണുന്നില്ല. ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. ഇത് തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അവർ വിചാരിച്ചാൽ ചെയ്യാൻ നടക്കുന്ന കാര്യമാണ്. അത് എത്രയും വേഗം എല്ലാവർക്കും വെള്ളം എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.